തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സംഖ്യാപുസ്തകത്തിൽ നിന്നുമുള്ള ചില ആത്മീക ചിന്തകളാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയനിയമത്തിൽ നെഴലായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പൊരുൾ പുതിയ നിയമ വെളിച്ചത്തിൽ തെളിയിച്ചു കൊടുക്കുക എന്നതാണ് ഈ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലരും ഇന്ന് പഴയ നിയമം വായിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാറില്ല. അത് യഹൂദ ജനത്തിനുള്ളതാണ് എന്ന നിലയിൽ അവഗണിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് തന്നെ പഴയ നിയമത്തിൽ നിന്നും പല കാര്യങ്ങൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ളത് നമുക്കറിയാം. യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോയ രണ്ടുപേരും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം സംബന്ധിച്ച് വാദിച്ചും തർക്കിച്ചും കൊണ്ട് യാത്ര തുടരുമ്പോൾ യേശു അവരോട് ചേർന്ന് നടക്കുന്നതും അവരുടെ തർക്കവിഷയത്തിന് പരിഹാരം വരുത്തുവാൻ മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ചുള്ളത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതുമായ സംഭവം ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അവരുടെ തർക്കവിഷയത്തിന് പരിഹാരം വരികയും വാടിയ മുഖം പ്രകാശിതമാകുകയും ചെയ്തു. ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ സംശയങ്ങൾ നീങ്ങുകയും മുഖം പ്രകാശിക്കുകയും ചെയ്യും. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയുടെ നിയമപ്പെട്ടകത്തെക്കുറിച്ച് നാം വായിക്കുന്നു. യഹോവയുടെ നിയമപ്പെട്ടകം അവർക്ക് വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. പെട്ടകം പുറപ്പെടുമ്പോൾ യഹോവയെ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ യഹോവയെ അനേകായിരമായി ഇസ്രയേലിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണമേ എന്നും പറയും. ഈ പെട്ടകം സമാഗമന കൂടാരത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്ന സാക്ഷ്യപ്പെട്ടകമാണ്. അതിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണവും എഴുതിയ കൽപ്പലകയും അഹരോൻ്റെ തളിർത്ത വടിയും മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും സൂക്ഷിച്ചിരുന്നു. ഇസ്രയേലിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയും ദൈവ സാന്നിധ്യത്തിൻ്റെ ശ്രേഷ്ഠതയും വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു ഈ പെട്ടകം. ഇതിനോട് അടുത്ത് ചെല്ലുവാനോ കൈകൊണ്ട് സ്പർശിക്കുവാനോ സാമാന്യ ജനത്തിന് അനുവാദമില്ലായിരുന്നു. അങ്ങനെ സ്പർശിച്ചവരും അശുദ്ധിയോടുകൂടെ അടുത്തു വന്നവരും സംഹരിക്കപ്പെട്ടതായി തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. ഇസ്രയേൽ ജനം തങ്ങളുടെ മരുഭൂമി യാത്രയിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞതും ദൈവിക നടത്തിപ്പ് മനസ്സിലാക്കി യാത്ര ചെയ്തതും ഈ പെട്ടകത്തിലൂടെയായിരുന്നു. പുതിയ നിയമ വെളിച്ചത്തിൽ നാം ഇത് ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് സാദൃശ്യം വഹിക്കുന്നതായി കാണാം. പെട്ടകത്തിനുള്ളിൽ ന്യായപ്രമാണം സൂക്ഷിച്ചിരുന്നത് പോലെ ക്രിസ്തുവിൽ ന്യായപ്രമാണം ഉണ്ടായിരുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുവെന്ന് കർത്താവ് പറയുകയുണ്ടായി. കർത്താവ് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ വന്നത്. മനുഷ്യർക്ക് അത് നിവർത്തിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ന്യായപ്രമാണം ആവശ്യപ്പെട്ടിരുന്ന നീതി നിവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം മനുഷ്യൻ ബലഹീനനായിരുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ക്രിസ്തു പാപനിമിത്തവും പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും ലോകത്തിൽ വന്നു. പാപികൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ അനുഭവിച്ചത് കൊണ്ട് ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയും. പെട്ടകം യാത്ര പുറപ്പെടുമ്പോൾ പറയുന്ന വാചകം നാം ശ്രദ്ധിക്കുകയുണ്ടായി. യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ ഓടിപ്പോകുകയും ചെയ്യട്ടെ. ഇത് തന്നെയാണ് ക്രൂശിലൂടെ നിവൃത്തിയായത്. പാപനിമിത്തം ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു നമ്മെ ക്രിസ്തുവിലൂടെ ദൈവത്തോട് നിരപ്പിച്ചു. നമ്മുടെ ശത്രുവായ സാത്താൻ്റെ തല ക്രൂശിൽ തകർത്തിരിക്കുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെ നമുക്കൊരു വിശ്രാമസ്ഥലം ഒരുക്കപ്പെട്ടിരിക്കുന്നു. പെട്ടകം വിശ്രമിക്കുമ്പോൾ പറയുന്ന വാചകം യഹോവേ അനേകായിരമായി ഇസ്രായേലിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണമെന്നാണ്. പ്രിയരെ, നമുക്ക് വിശ്രാമം നൽകുവാൻ, നമ്മെ ആത്മീയ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ക്രിസ്തുവിൻ്റെ കാൽവരി മരണം അനിവാര്യമായിരുന്നു. പിശാചാകുന്ന ശത്രുവിൻ്റെ തല തകർത്ത് നമുക്ക് ആത്മീയ സ്വാതന്ത്ര്യവും സ്വസ്ഥതയും നൽകിയ ദൈവത്തിന് മഹത്വം കരേറ്റാം. പെട്ടകത്തോടടുക്കുവാൻ ഇസ്രായേൽ ജനം ഭയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഭയം കൂടാതെ ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തോട് അടുത്തിയെല്ലാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തിയെല്ലുവാൻ യേശുക്രിസ്തുവിലൂടെ വഴിയൊരുക്കിയിരിക്കുന്നു. പ്രിയരേ, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യത്തിനും സ്വസ്ഥതയ്ക്കുമായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ശത്രുത അവസാനിപ്പിച്ച് ദൈവത്തോട് നിരപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളിൽ പ്രസാദിച്ചതുകൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ പിശാചിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമാധാനത്തിനും സ്വസ്ഥതയ്ക്കുമായി ഞങ്ങൾ വീണ്ടും അങ്ങേക്ക് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.